അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ പടവൊക്കെ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജോയിൻ്റ് കൂട്ടുകയാണ്. നമ്മൾ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ പാറയുണ്ടോ, അപ്പോൾ ആ ചെമ്പാറമ്മലേക്ക് ജോയിൻ്റ് ആക്കണമല്ലോ. അപ്പോൾ ആ ജോയിൻ്റ് ആക്കണ പടിയിലാണുള്ളത്. അപ്പോൾ അവിടെ ഓരോന്നും ഇങ്ങനെ കല്ല് കൊത്തിയിട്ട് ഗ്യാപ്പാക്കിയിട്ട് ഓരോ കല്ല് അതിലിങ്ങനെ കറക്റ്റ് കയറ്റി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. മറ്റേ നമ്മൾ തള്ളി പോവും. അപ്പോൾ ആ സൈഡ് നല്ല ടൈറ്റായി നിൽക്കണം. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ പടവിൻ്റെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ നല്ലൊരു മുന്തിയ കല്ലൊന്നുമല്ലല്ലോ, ജസ്റ്റ് കുറച്ച് സെക്കൻഡ് കളികളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഗ്യാപ്പുകളൊക്കെ ചെറിയ ചികിള് വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ചെറിയ ചികിളുകൾ കരിങ്കല്ല് ചികിളൊക്കെ വെച്ചിട്ട് ആമറെടുത്ത് അടിച്ച് ടൈറ്റാക്കിയിട്ട് വെച്ചാണ്. അപ്പോൾ കല്ല് ഇളകാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ല ടൈറ്റാക്കി വെച്ചിട്ട് റെഡിയാക്കി കൊണ്ടുവരികയാണ്. മേലെ ഭാഗം നല്ല ഒരു ഉറപ്പുള്ള പാറയാണ്. അപ്പോൾ അവിടെ നമ്മൾ കല്ല് വെക്കാന്ന് വെച്ചാൽ നല്ലൊരു പ്രയാസമുള്ള ഒരു പണിയാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഷീറ്റ് ഉണ്ട് ഇനി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കമ്പിയോ ഏറ്റവും കമ്പി അടിച്ചിട്ട് താത്തിയിട്ട് അതിന്മേൽ ഇങ്ങനെ വെച്ച് കെട്ടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആകുമ്പോൾ വലിയൊരു അധ്വാനം ഇല്ല. പിന്നെ ആണെങ്കിൽ ഈ കല്ലുകളൊക്കെ കാര്യമായിട്ട് നമ്മളൊന്നും കല്ലെടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ജീവികളൊക്കെ ഓടുന്ന സമയത്ത് കല്ലോ എന്തെങ്കിലുമൊക്കെ കീഴ്പ്പെട്ട് വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ പടുത കീറി പോകും. അപ്പോൾ അടുത്ത കീറാക്കാൻ വേണ്ടിയിട്ടാണ് മോള് ചെറിയൊരു തടസ്സം പോലെ വെച്ചതാണ് അലുമിനിയം ഷീറ്റ്. അപ്പോൾ അതിനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല. അലുമിനിയം ഷീറ്റ് ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ നടന്നോളും. പിന്നെ വലിയൊരു കല്ല് ഇവിടെ ഇങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ആ കല്ലെടുത്ത് ഞാൻ ഈ മൂലക്ക് ദമ്മാക്കി വെച്ചാണ്. കാരണം അഥവാ തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കവച്ചേക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ആ കല്ല്. അപ്പോൾ അതിന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് അതിനോട് ചേർത്തിട്ട് ഈ പടവിനോടെ ചേർത്തിട്ടാണ്. പിന്നെ വക്കിലൊരു കല്ല് വെച്ച് അതിൽ രസം മണ്ണ് നിറച്ച് ഒക്കെ രസം ഒരു മുൻകരുതൽ നമ്മൾ എടുക്കാഞ്ഞാൽ പിന്നെ വെള്ളം നിറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ തള്ളി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഉൾഭാഗം നല്ല വൃത്തിയാക്കി അടിച്ച് വാരി ചെറിയ കല്ലുകളും കൂടി എടുത്ത് ഒഴിവാക്കണം. അത് നമ്മൾ പടുതിടുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു മുള്ളോ ചെറിയൊരു കല്ലെങ്ങാനും കുത്തി കഴിഞ്ഞാൽ പടുതക്ക് എന്ത് ചെയ്യും, ഹോള് വീകും. ഹോള് വീണാൽ പിന്നെ വെള്ളം ചോർന്ന് പോകും. മിഷ്യൻ കല്ലാകുമ്പോൾ ഈ കല്ല് വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില സ്ഥലത്തൊക്കെ ചെറിയൊരു മുന പോലെ അങ്ങനെ ഉണ്ടാവും, കൂർപ്പ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണൂല. അപ്പോൾ അങ്ങനത്തെ നല്ലോണം നോക്കിയിട്ട് എന്ത് ചെയ്യണോ, നല്ലോണം ചട്ടകത്തിനോണ്ടൊക്കെ തട്ടി ഒഴിവാക്കിയിട്ട് നല്ല ഉൾഭാഗം നല്ല മിനുസാക്കണം. നമ്മൾ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടോ നോക്കാണ്ട് ഇങ്ങനെ ചൂലോണ്ട് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ കുറേയൊക്കെ മറിയാൻ കഴിയും. പിന്നെ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് തൊഴിഞ്ഞിട്ട് താഴോട്ട് തൊഴിച്ചിട്ട് അതിലൊക്കെ നമ്മൾ അടിച്ചു തരുന്ന സമയത്തൊക്കെ പോയിക്കോളും. നല്ല വൃത്തിയാക്കിയിട്ട് എല്ലാ ഭാഗവും നല്ല നോക്കിയ ശേഷമേ പടുതൻ്റെ പണി നോക്കാവും.
അപ്പോൾ ഉൾഭാഗം നല്ല അടിച്ച് വാരി നല്ലോണം വൃത്തിയാക്കി ചെറിയ കല്ലുകളൊക്കെ പൊടികളൊക്കെ എടുത്ത് ഒഴിവാക്കി നല്ല വൃത്തിയായിനിപ്പോൾ. ഇനി നമുക്ക് പടുതൻ്റെ പണി തുടങ്ങാം. നമ്മൾ സൈഡിൽ കുറച്ച് പായ ഉണ്ട്, അത് ഒഴിവാക്കിയ പായ ഇനി. അപ്പോൾ ആ പായ ഏതായാലും നമുക്കതൊരു ഉപകാരത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് തൂക്കിയിട്ടാൽ പിന്നെ പടുതക്ക് പരിക്കൊന്നും പറ്റില്ല. നമ്മൾ പാറുള്ള ഭാഗം നല്ല മിനുസാക്കണം. അപ്പോൾ അതും നല്ല മിനുസാക്കിയിട്ട് നല്ല ചെത്തി റെഡിയാക്കിയൊക്കെ ഉഷാറായിട്ടുണ്ട്. നമുക്ക് പായ് സൈഡിൽ വെക്കണം. അപ്പോൾ അതിന് ഞാൻ ഉദ്ദേശിച്ച സൈഡ് ഭാഗം മുകൾ ഭാഗം എന്ത് ചെയ്യുക, ആണി അടിച്ചിട്ട് അത് നിർത്തിയാതില്ല. നമ്മൾ പായലൊരു കര ഉണ്ടാവും, അപ്പോൾ കരമ്പര് ആണി അടിച്ചാൽ അവിടെ തൂങ്ങിന്നോളും. അപ്പോൾ അങ്ങനെ എന്നാൽ നല്ല വൃത്തിയിൽ അവിടെ താഴോട്ട് ഇറക്കി താഴെ ഭാഗം ലേശം ഒരു ലൂസ് ഇട്ടാൽ ഇങ്ങോട്ട് മൂലമായിട്ട് മടങ്ങിന്നോളും. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഇപ്പോൾ സൈഡ് ഭാഗമൊക്കെ പായി അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഫ്ലക്സ് നമ്മൾ നിർത്തി നോക്കുക. എന്നിട്ട് ഇപ്പോൾ അടീൻ്റെ അഭിപ്രായത്തിൽ ഈ ഷീറ്റ് ഒറ്റൊന്നും തന്നെ അടിയിൽ ഫുള്ള് ഉണ്ടാവും. ഒരു 7 മീറ്ററോളം ഈ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അത് നിർത്തി റെഡിയാക്കി വെച്ചാൽ അടിയിൽ ഒറ്റൊന്നും മതിയാവും. ഇപ്പം നമ്മൾ ഫോമാണ് ഞാൻ അതിൻ്റെ അടിയിലാണ് ഉപയോഗിച്ചത്. കാർപ്പറ്റിൻ്റെ അടിയിലിനെ ഫോം ഉണ്ടല്ലോ, അത് നല്ലൊരു കുശി ഉണ്ടാവും. പക്ഷെ ഇതിൽ വെള്ളവും ചോരുമില്ല. അപ്പം നല്ല 6 ഫോമുണ്ട്. ഈ 6 ഫോമാണ് ഞാൻ അതിൻ്റെ അടിയിട്ടാൽ നല്ല കറക്റ്റ് ആയിരിക്കും. ഞാൻ പായം കെട്ട സമയത്ത് എനിക്ക് തോന്നി പായ ചതിരെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പായൻ്റെ അടിയിലും കൂടി ഫ്ലക്സ് ഇടാമെന്ന് തോന്നി. അപ്പോൾ അതിന് പായ മേക്കോട്ട് മറിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്ത് അടിയിൽ ഫ്ലക്സ് വെച്ച് അടിച്ചതിന് ശേഷം പിന്നെ പായ് താഴോട്ട് തൂക്കിയിട്ട്, അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ പായ് ചതിരെടുക്കണേ പേടിക്കാനില്ല, അതിൻ്റെ അടിയിൽ ഫ്ലക്സ് വന്ന് കുത്തനെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് പിന്നെ നമ്മൾ ഈ ഫോം അടിയിൽ വെക്കണത്. അതിൻ്റെ മുകളിൽ ഫ്ലക്സ് ഇടണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ പടുത ഇതിൽ വിരിക്കേണ്ടത്. അപ്പോൾ ഫോം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഫ്ലക്സ് വിരിച്ചിന്. ഒറ്റ ഷീറ്റ് തന്നെ 7 മീറ്ററോളം ഉണ്ട് ഈ ഷീറ്റ്. അപ്പോൾ ഒറ്റ ഫ്ലക്സ് തന്നെ മതി അടിഭാഗത്തേക്ക്, വേറെ പീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ പായൻ്റെ ഉള്ളിലേക്ക് കയറ്റി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് പടുത നിർത്താം.
അപ്പോൾ 9 മീറ്റർ നീളമുണ്ട് ഈ പടുത. അപ്പോൾ 9 മീറ്റർ നീളവും 5.20 വീതിയുണ്ട്. 5 മീറ്റർ 20 സെൻറ്റിയോ വീതിയുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം 7 മീറ്റർ തന്നെ നമ്മുടെ കണക്കിന് 7 മീറ്റർ തന്നെ നീളം ഉണ്ടാവും ഈ കുളം. നമ്മൾ 1 മീറ്റർ കുത്തനെ മേപ്പട് പൊന്തിക്കും വേണ്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഈ കുളം സെറ്റ് ചെയ്തത്. പടുതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂലൊക്കെ നല്ലോണം കറക്റ്റ് നമ്മൾ ചവിട്ടിയിട്ട് റെഡിയാക്കി കൊടുക്കണം. നല്ലോണം അടുത്ത് നിന്നില്ലെങ്കിൽ വെള്ളം വരുന്ന സമയത്ത് ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ പടുതൊക്കെ ലോഡ് വരും. പടുതൊക്കെ ലോഡ് വരാൻ പാടില്ല. നമ്മുടെ കല്ലുമ്മലൊക്കെ ജാമായിട്ട് നിന്നിട്ട് അതിൽ വെള്ളം നിറയാൻ വേണ്ടത്. അപ്പോൾ മുകളിൽ ഞാൻ ഒരു വരി കല്ല് വെച്ചാണ്. പിന്നെ കല്ലൊക്കെ മുന്നേ എന്ത് ചെയ്ത് പടുതൻ്റെ സൈഡ് കയറിട്ടിട്ട് നല്ല നൈലോൻ്റെ കയറ് വാങ്ങി. വെയിലും മഴയും കൊണ്ടിട്ടുണ്ടെങ്കിൽ കേടുന്നാവില്ല. അതിന് വേണ്ടിയിട്ട് നൈലോൻ്റെ കയറ് വാങ്ങിയിട്ട് ചുറ്റാങ്ങൾ കാണണ്ടല്ലോ, അതുപോലെ എന്ത് ചെയ്ത് ആണി അടിച്ചിട്ട് അതിലേക്ക് കെട്ടിയതാണ്. അതിൻ്റെ പുറമെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് മുകളിലൊരു വലിയ കല്ല് വെച്ച്, കല്ല് വെക്കുക തുണിയിൽ പൊഞ്ഞിട്ടാണ് കല്ല് വെച്ചത്. ശീല എടുത്തിട്ട് അതിന് അടിയിൽ വിരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കല്ല് വെച്ചതിന് ശേഷം പുറത്തേക്ക് മടക്കിയിട്ടു. അപ്പോൾ പിന്നെ കല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ മഴ പെയ്തിട്ടുണ്ടെങ്കിലൊക്കെ വെള്ളം തുള്ളി തെറിക്കുന്ന സമയത്ത് മണ്ണും കല്ലുമ്മലൊക്കെ മണ്ണുണ്ടാവില്ല. അപ്പോൾ ഈ മണ്ണിൻ്റെത് എന്ത് ചെയ്യും ഇങ്ങനെ കുളത്തിലേക്ക് വീഴും. അപ്പം അങ്ങനെ വീയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ഞാൻ ചെയ്തത്. അപ്പോൾ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കുളം. അപ്പോൾ നമുക്കിനി വെള്ളം അടിക്കാൻ നോക്കണം. അപ്പോൾ ചെറുങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അടിവാ നല്ല ഈ ഞാൻ പറഞ്ഞ ഈ പടുതയിൽ ചെറിയൊരു എണ്ണ മോഡൽ ഒരു ഇതുണ്ടാവും, ഒരു കൊഴുപ്പുള്ള സാധനമുണ്ട്. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കണം. അല്ലാഞ്ഞാൽ മീൻകുഞ്ഞുങ്ങളൊക്കെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻകുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നേക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതില്ലാക്കാൻ വേണ്ടി നല്ലോണം കഴുകിയിട്ട് സൈഡ് നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കി ആ വെള്ളം മുഴുവനും മുക്കി ഒഴിവാക്കണം. ഒഴിവാക്കിയ ശേഷം പിന്നെ രണ്ടാമത് നല്ല വെള്ളം അടിക്കണം. അപ്പോൾ ഏതാണ്ടൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അടിഭാഗം മണ്ണും ഒക്കെ നല്ലോണം ഒഴിവാക്കി കഴിഞ്ഞ ശേഷം പിന്നെ വെള്ളം അടിച്ചാണ്. അപ്പോൾ വെള്ളം അടിച്ചത് ഏതാണ്ട് വെള്ളം അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വൃത്തിൻ്റെ ഇപ്പോൾ അടിച്ച് സൈഡ് ഭാഗം നല്ലോണം ചേർന്നാണ് പടുത. അപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വല കെട്ടണം. അപ്പോൾ വലൻ്റെ പണിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വല ഞാൻ 4 ഇഞ്ച് കണ്ണി ഉള്ള വലയാണ് വാങ്ങിയത്, നല്ല കട്ടിയുള്ള പുതിയ വലൻ്റെ വാങ്ങിയത്. അപ്പോൾ മറ്റേ നേരെ വലിച്ച് കെട്ടാൻ കഴിയൂല, കാരണം 3 മീറ്ററാണ് ഈ വലൻ്റെ വീതി ഉണ്ടാകുക. നീളത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയില്ല, വീതി ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് ക്രോസിലാക്കിയിട്ട് കെട്ടിയാണ്. അപ്പോൾ ഞാനതിന് കെട്ടിയതിൽ 3 മീറ്റർ ക്രോസിൽ വരുമ്പോൾ തന്നെ ഒരു 10-16 മീറ്റർ വല വാങ്ങേണ്ടി വന്നു. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. അപ്പം അങ്ങനെ ജോയിൻ്റ് തുന്നി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻ്റ് തുന്നി കൂട്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വാങ്ങിയിട്ട് ഓരോ കണ്ണിയും കോത്തെടുത്തതിന് ശേഷം
അങ്ങനെ തുന്നി കൂട്ടി റെഡിയാക്കണം. അങ്ങനെ റെഡിയായിട്ട് 3 പീസ് വെച്ചുമ്പോൾ തന്നെ ഏതാണ്ട് കുളം ഫുള്ള് വര വന്നിട്ടുണ്ട്. അങ്ങനെ കോത്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ചെറിയ കണ്ണിയാക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. എൻ്റെ സ്നേഹിതൻ്റെ ഇതോണം പടുത കൂടെ ഉണ്ടാക്കിയിട്ട് മറ്റേ സ്നേഹിതന് മീനിടാനാകുമ്പോഴത്തേനും അതിൽ തവള മുടയിട്ടിട്ട് മക്കൾ വെച്ചിന്. അപ്പോൾ നമുക്കൊരു പാടാണല്ലോ. അപ്പോൾ ചെറിയ കണ്ണി വല ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ നല്ലോണം ചെറിയ കണ്ണി വാങ്ങിയതാണ് വല. അങ്ങനെ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വലിയ പടുതാക്കുളമാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് തവള കുഞ്ഞുങ്ങളെ പിടിക്കാനൊക്കെ. വെള്ളം മൊത്തം ഒഴിവാക്കേണ്ടി വരും പിന്നെ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ കണ്ണി വല വാങ്ങിയത്. ഏതാണ്ട് വല കെട്ടി കഴിഞ്ഞിന് ഉഷാറായിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലോണം ചേർന്ന് വല നല്ലോണം വലിച്ച് ആണിയടിച്ച് വേക്കോട്ട് കെട്ടിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.